നമസ്തേ, റൂട്ട്സിലേക്ക് സ്വാഗതം. ലോകപ്രശസ്തമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിലാണ്. മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രവും ക്ഷേത്ര സമുച്ചയത്തിലെ ലോകപ്രശസ്തമായ മഹാശിവലിംഗവും നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വലിയ നന്ദിയും 2 ആനകളുടെ ശില്പങ്ങളും കാണാം. 3 നിലകളുള്ള രാജഗോപുരം കടന്നു ചെല്ലുമ്പോഴാണ് ശിവപാർവതി പ്രതിഷ്ഠ. പ്രപഞ്ചത്തിനാകെ അനുഗ്രഹം ചൊരിയുന്ന ദേവീദേവന്മാർ. ശിവപരിവാര ദർശനം പൂർണ്ണമാകുന്നത് ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകളായ ഗണേശ ഭഗവാന്റെയും കാർത്തികേയന്റെയും സാന്നിധ്യം അറിയുമ്പോഴാണ്. ചുറ്റമ്പലത്തിനു പുറത്തായി തെക്കു പടിഞ്ഞാറു ഭാഗത്ത് നാഗപ്രതിഷ്ഠയുമുണ്ട്. അമ്പലത്തിന്റെ തെക്കേ കവാടത്തിനടുത്താണ് നവഗ്രഹ പ്രതിഷ്ഠ. ധ്യാനത്തിലൂടെ പരമാത്മാവിനെ മനസ്സിലാക്കുക എന്ന തത്വം ആധാരമാക്കിയാണ് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മഹാശിവലിംഗം നിർമ്മിച്ചത്. ഇത് ഇങ്ങനെ ഒരു ശിവലിംഗം നിർമ്മിക്കാനിടയായ കാര്യമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ പഠിക്കുന്ന ഒരു രീതിയാണ്. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ മഹാശിവലിംഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മഹാശിവലിംഗത്തിനുള്ളിൽ നമ്മുടെ ശരീരത്തിലെ 6 ആധാരങ്ങളും കഴിഞ്ഞു ചെല്ലുമ്പോൾ ശിവനെ കാണാം എന്നുള്ള ആ ഒരു തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 7 ചക്രങ്ങൾക്ക് മുകളിൽ വരുമ്പോൾ കൈലാസം, അങ്ങനെയാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൃഥ്വിചക്രത്തിൽ തൊട്ട് തുടങ്ങുന്നു. അപ്പോൾ ആ മൂലാധാരത്തിനടിയിലൊരു പൃഥ്വിചക്രമുണ്ട്. അപ്പോൾ ആ പൃഥ്വിചക്രത്തിൽ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങളാണിത്. അതിൽ ഈ വലിയ ശിവലിംഗത്തിനുള്ളിൽ തന്നെ പരശുരാമ മഹർഷി പണ്ട് ഭാരതത്തിൽ 108 ശിവാലയങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 108 ശിവാലയങ്ങളിലെയും ശിവലിംഗങ്ങൾ അതിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ശിവന് 64 പാവങ്ങളുണ്ട്. പാവങ്ങളെന്ന് പറഞ്ഞാൽ രൂപങ്ങൾ. ആ 64 രൂപങ്ങളും ഈ ശിവലിംഗത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ മനുഷ്യ ശരീരത്തിലെ 6 ആധാരങ്ങൾ, അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപുരാനാഥ, ഞാൻ വിശുദ്ധി എന്നുള്ള ആ ഒരു രീതിയിൽ ഇതിനെ രൂപകൽപ്പന ചെയ്താണ് ഇത് ചെയ്തിട്ടുള്ളത്. 111.2 അടി ഉയരവും 111 അടി ചുറ്റളവുമാണ് ഈ മഹാശിവലിംഗത്തിനുള്ളത്. 8 നിലകളിലായാണ് ഈ ശിവലിംഗം. തിരുവനന്തപുരത്ത് നിന്ന് 30 കിലോമീറ്റർ അകലെ നെയ്യാറ്റിൻകരയോട് ചേർന്നാണ് ഈ മഹാശിവലിംഗം. മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായാണ് ഏറ്റവും ഉയരം കൂടിയ മഹാശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. ശിവലിംഗം സൃഷ്ടിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളിലും നിർമ്മിതിയിലുമൊക്കെ നിരവധി വ്യത്യസ്തതകൾ കാണാം. ഷഠാധാരങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന മഹാശിവലിംഗത്തിൽ 6 ഭാഗങ്ങൾ കൂടാതെ താഴെയും ഏറ്റവും മുകളിലുമായി 2 വലിയ മുറികളുണ്ട്. ധ്യാനനിഷ്ഠയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഘടകങ്ങൾ ഇവിടെ കാണാം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പണിപ്പെട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രധാന സ്ഥലങ്ങളിലുള്ള മണ്ണ്, പാറ, അതുപോലെ തന്നെ ജലം, ഈ ധാതുക്കൾ, സപ്തജലങ്ങൾ, പിന്നെ ഒരു 64 കൂട്ടം മരുന്നുകൾ, പിന്നെ നവപാഷാണം, ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ ദ്രവ്യങ്ങളും കൊണ്ടാണ് ഈ ഒരു മഹാശിവലിംഗത്തിൻ്റെ പ്രവർത്തനം, അതായത് ഇതിൻ്റെ നിർമ്മാണം ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഈ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടെ തന്നെയാണ് വലിയ ഒരു പ്രശസ്തി വന്നത്. കാരണം ഇതിനകത്ത് കയറി കാണുന്നവർക്ക്
ഒരു മനുഷ്യ ശരീരത്തിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഒരു അറിവ് അവർക്ക് കൊടുക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് അമേരിക്കക്കാർ വരെ വന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് അവരുടെ റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്സ് തന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 5 റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള റെക്കോർഡ്സുകൾ കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിതിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ല ഇത് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നല്ല പല പുസ്തകങ്ങളിലും ഈ ആധാരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നെങ്കിലും നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരിടം ഇല്ല. അപ്പോൾ അത് ഇവിടെ മാത്രമേ അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തിട്ട് അങ്ങനെ ഒരു നല്ല വഴിയിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് പലരും ഇതിനെ അനുകരിക്കുന്നുണ്ട്, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടോ എന്ന് അവർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സംതൃപ്തനായി എന്ന് പറയാം. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഈ മഹാശിവലിംഗം ഇടം നേടിക്കഴിഞ്ഞു. ഗുഹാമാർഗത്തിലാണ് നടപ്പാത. ഈ നടപ്പാതയിലൂടെ ഓരോ നിലകളിലേക്ക് കയറുമ്പോൾ വശങ്ങളിൽ മഹാഋഷിമാരുടെ ശില്പങ്ങളും കാണാം. ക്ഷേത്രത്തിന്റെ നടയ്ക്ക് പടിഞ്ഞാറായാണ് ഈ മഹാശിവലിംഗം പണിതീർത്തിരിക്കുന്നത്. ശിവലിംഗത്തിന്റെ താഴത്തെ നിലകളിൽ ധാരാളം ശിവലിംഗങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ പരശുരാമൻ പണികഴിപ്പിച്ച ശിവാലയങ്ങളിലെ ശിവലിംഗത്തെ പ്രതിനിധീകരിക്കുന്ന ധാരാളം ശിവലിംഗങ്ങൾ താഴത്തെ നിലകളിൽ കാണാം. ഏറ്റവും മുകളിൽ കൈലാസമാണ്. ശിവപാർവതിമാർ താമസിക്കുന്ന വാഴുന്ന ഇടമാണ്. അപ്പോൾ ഈ മഹാശിവലിംഗത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത് 111 അടി ഉയരമാണ്. അപ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന 7 ചക്രങ്ങളെയും 108 ശിവലിംഗം, പരശുരാമൻ നിർമ്മിച്ച 108 ശിവലിംഗങ്ങളെയും 64 ഭഗവാൻ ശിവൻ്റെ മൂർത്തി ഭാവങ്ങളെയാണ് ഇവിടെ കാണാവുന്നത്. അപ്പോൾ ഇതിനകത്ത് 7 അറകളായിട്ടാണ്, 7 നിലകളായിട്ടാണ്. ആ 7 നിലകളിൽ 7 ചക്രങ്ങളെയും ഓരോ നിലകളിലും ഓരോ നിശ്ചിത അളവിൽ 107 ശിവലിംഗങ്ങൾ 16, 17, 14, 15 എന്ന രീതിയിൽ അടുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 64 മൂർത്തികൾ ഓരോ നിലകളിലും 9 എണ്ണമായിട്ട് 64 ഭഗവാൻ ശിവൻ്റെ 64 മൂർത്തി ഭാവങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. 7ാമത്തെ നില എന്ന് പറയുന്നത് കൈലാസമാണ്. നമ്മുടെ 7ാമത്തെ നില, അതായത് സഹസ്രാര ചക്രം എന്ന് പറയുന്നത് കൈലാസമാണ്. നമ്മുടെ ശിവനും പാർവതിയും ഇരിക്കുന്ന കൈലാസമാണ് 7ാമത്തെ ചക്രം എന്ന് പറയുന്നത്. ഈ 7 ചക്രം എന്ന് പറയുന്നത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരം, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇങ്ങനെയാണ് 7 ചക്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നട്ടെല്ല്, നമ്മുടെ സുഷുമ്നാ നാഡിയിൽ കാണപ്പെടുന്ന 7 ചക്രങ്ങളെയാണ് 7 നില എന്ന് പറയുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടത്തിവരുന്നു. വിനായക ചതുർത്ഥിക്കും വിഷുവിനും ഈ ക്ഷേത്രത്തിൽ വലിയ ആഘോഷമാണ്. 11 തവണ മഹാരുദ്രയജ്ഞവും സഹസ്രകലശവും ചതുർവേദയജ്ഞവും 144 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ജയാബലിയും ആചാരതികവോടെ മഹേശ്വരം ക്ഷേത്രത്തിൽ ആഘോഷിച്ചു. ആചാരാനുഷ്ഠാനങ്ങളിൽ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അതിപുരാതനമായ ക്ഷേത്രമാണ്. കേരളീയ വാസ്തുവിദ്യാ രീതിയാണ് ഇവിടെ പിന്തുടർന്നിരിക്കുന്നത്. പ്രപഞ്ചമാതാവും പിതാവുമായ ശിവപാർവതിമാർ ഒരേ പീഠത്തിലിരുന്ന് അനുഗ്രഹം നൽകുന്ന പ്രതിഷ്ഠയാണ് ഇവിടത്തേത്. 32 ഭാവങ്ങളിലുള്ള ഗണപതി ഭഗവാനും ക്ഷേത്രത്തിലുണ്ട്. അതിരുദ്ര മഹായജ്ഞം 2 തവണ നടത്തിയ സംസ്ഥാനത്തെ തന്നെ ആദ്യ ക്ഷേത്രമാണ് മഹേശ്വരം ക്ഷേത്രം. ഈ ക്ഷേത്രം 5000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ക്ഷേത്രമായിട്ടാണ് കാണുന്നത്. അത് ഈ പരവൂർ ശ്രീധരൻ തന്ത്രികൾ പ്രശ്നത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് ഒരു ബ്രഹ്മജ്ഞനായ ഒരു സ്വാമിയുടെ സമാധി സ്ഥലത്തായിരുന്നു. അന്ന് മുരുകൻ്റെയും ശിവൻ്റെയും പാർവതിയുടെയൊക്കെ രൂപത്തിലുള്ള
പ്രതിഷ്ഠ നടത്തി പൂജാതി കർമ്മങ്ങൾ നടന്നു വന്നത്. അതിനുശേഷം അത് കാലാന്തരത്തിൽ അത് പ്രകൃതിക്ഷോഭം മറ്റിങ്ങനെയുള്ള എന്തോ കാരണത്താൽ അത് മൺമറഞ്ഞു പോയി. അതിനുശേഷം എൻ്റെ ജനനത്തോടുകൂടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയാം. നേരത്തെ ഉണ്ടായിരുന്നു, അത് വീണ്ടും ആവിർഭവിച്ചത് എൻ്റെ ജനനത്തോടുകൂടെയാണ്. എൻ്റെ ജനനത്തോടുകൂടെ ആവിർഭവിക്കുകയും അവിടെ പുറ്റ് വളർന്നു വരികയും ആ പുറ്റ് ശിവൻ്റെയും പാർവതിയുടെയും രൂപത്തിലായിട്ട് വളർന്നു വന്നതാണ്. അപ്പോൾ അതിന് പിന്നെ അവിടെ പൂജാകർമ്മങ്ങളായി അത് പിന്നെ പടിപടിയായിട്ട് നമ്മളിപ്പോൾ ഈ തരത്തിലുള്ള ഒരു അമ്പലം ഇവിടെ പണിതു. പടിപടിയായി വളർച്ച കൈവരിച്ച ക്ഷേത്രത്തിൽ ഭക്തരുടെ സഹായത്തോടെ 1161 മിഥുനം 30 ശിവശക്തി രൂപത്തിൽ വളർന്ന പുറ്റിരുന്ന സ്ഥലത്ത്, പിന്നീട് നിർമ്മിച്ച തെക്കതിരുന്ന സ്ഥലത്ത് ക്ഷേത്ര സമുച്ചയം പണിത് പ്രതിഷ്ഠ നടത്തി. 25 വർഷങ്ങൾക്ക് ശേഷം 1186 കുംഭമാസത്തിലാണ് വാസ്തുശാസ്ത്ര വിധിപ്രകാരം ഇന്ന് കാണുന്ന രീതിയിലുള്ള ക്ഷേത്ര സമുച്ചയം യാഥാർത്ഥ്യമായത്. ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപം ശില്പകല നിറഞ്ഞ 70 തൂണുകളിലാണ് ഉയർന്നു നിൽക്കുന്നത്. പുരാണങ്ങളിലെ കഥാസന്ദർഭങ്ങൾ ശില്പചാരുതയോടെ ജീവൻ തുടിക്കുന്ന മിഴിവോടെ ഇവിടെയുണ്ട്. മഹാശിവലിംഗത്തിൽ ഏറ്റവും താഴത്തെ നിലയിലുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് അഭിഷേകം ചെയ്യാനും സാധിക്കും. വിവിധ ചക്രങ്ങളിലൂടെ കടന്ന് കൈലാസത്തിൽ പ്രവേശിച്ച് പാർവതീ പരമേശ്വരനെ ദർശിക്കാൻ കഴിയുന്ന തരത്തിലാണ് മഹാശിവലിംഗത്തിന്റെ നിർമ്മാണം. 2012 ശിവലിംഗ നിർമ്മാണം ആരംഭിച്ചത്. ശിവനും പാർവതിയുടെയും പ്രതിഷ്ഠയാണ് മെയിൻ പ്രതിഷ്ഠ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗണപതി മുരുകൻ്റെ പ്രതിഷ്ഠയുണ്ട്. അത് പോയിട്ട് അതിന് ചുറ്റും 12 ജ്യോതിർലിംഗ പ്രതിഷ്ഠയുണ്ട്. അതായത് സോമനാഥ ലിംഗം, മല്ലികാർജുന ലിംഗം, അങ്ങനെ തുടങ്ങിയുള്ള 12 ശിവലിംഗ പ്രതിഷ്ഠ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയാൽ ലോകമെല്ലാം പോയി കണ്ടുവരുന്ന ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടാകാം. ഭാരതത്തിലെ പ്രശസ്തമായ മഹാദേവ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പഞ്ചലോഹം, നവരത്നങ്ങൾ, ഔഷധക്കൂട്ടുകൾ തുടങ്ങിയവ ശേഖരിച്ചു. സപ്തമലകൾ, ഗംഗോത്രി, യമുനോത്രി, കാശി, രാമേശ്വരം, സപ്തനദികൾ എന്നിവിടങ്ങളിലെ തീർത്ഥവും മണ്ണും ഉപയോഗിച്ച് ഗർഭന്യാസം നടത്തിയാണ് മഹാശിവലിംഗ നിർമ്മാണം തുടങ്ങിയത്. ദിവസം തോറും ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നു. ഇപ്പോൾ ഇവിടെ ഭക്തർ ഇപ്പോൾ ഇന്ത്യക്കകത്തുള്ള എല്ലാ സംസ്ഥാനത്തു നിന്നും വരുന്നുണ്ട്. പിന്നെ ഇന്ത്യക്ക് പുറത്തു നിന്ന് വരുന്നുണ്ട്, അമേരിക്കക്കാർ അങ്ങനെ വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, എല്ലാ സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. അവരെല്ലാം വളരെ സന്തോഷമായിട്ടാണ് പോകുന്നത്. അവർ ഇത്രയും തരത്തിലുള്ള ഒരു ഇത് ലോകത്തിൽ എവിടെയും അവർക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടെ അവർ പറയുന്നുണ്ട്. ഇല്ല, അത് കാണുമ്പോൾ നമുക്കൊരു നമ്മൾ ചെയ്ത നടത്തിയ അതിൽ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് ഭഗവാൻ നമ്മളെ നിയോഗിച്ചല്ലോ എന്നുള്ള ഒരിത്. ക്ഷേത്രത്തിൽ തൊഴുത് മഹാശിവലിംഗം കാണാൻ വേണ്ടി ധാരാളം ആളുകളാണ് ദിവസം തോറും ഇവിടെ എത്തുന്നത്. ഈ കാണുന്നവർക്കൊക്കെ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള നിർമ്മിതിയാണ് ഇവിടുത്തേത്. ഈ ശിവലിംഗത്തിന്റെ ഏറ്റവും മുകളിലായി സഹസ്രദളപത്മവും ഉണ്ട്. കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഭക്തരെത്തുന്നു.
ഇവിടുത്തെ വിശേഷ ദിവസങ്ങളെന്ന് പറയുമ്പോൾ ശിവരാത്രി, പിന്നെ വിനായക ചതുർത്ഥി, പിന്നെ വിഷു, അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളാണ് വിശേഷ ദിവസങ്ങൾ. ശിവരാത്രിയോടുകൂടെ എന്ന് പറയുമ്പോൾ അതിരുദ്രം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിപ്പോൾ ഈ നടത്തുന്നത് 5ാമത്തെ അതിരുദ്രമാണ്. അപ്പോൾ അതൊരു 11 ദിവസം ഉണ്ടാവും. പിന്നെ പള്ളിവേട്ട, ആറാട്ട്, ശിവരാത്രി, അങ്ങനെ എല്ലാം കൂടെ ഒരു 14 ദിവസത്തെ ഉത്സവമാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണിത്. കേരള ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രമാണ്. കൃഷ്ണശില കൊണ്ടും തടി കൊണ്ടുമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് മഹേശ്വരത്തെ ജ്യോതിർലിംഗ പ്രതിഷ്ഠ കാണാനും 12 ജ്യോതിർലിംഗ പൂജ നടത്തുന്നതിനുമായി ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഭാരതത്തിലെ 12 സ്ഥലങ്ങളിലുള്ള ജ്യോതിർലിംഗങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശിക്കാൻ കഴിയും എന്ന പ്രത്യേകത തന്നെയാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഘടകം. ക്ഷേത്രത്തിലേക്ക് 4 കവാടങ്ങളാണുള്ളത്. ഓരോ കവാടത്തിനും ഓരോ ഗോപുരവുമുണ്ട്. ശ്രീകോവിലേക്കുള്ള കവാടത്തിൽ രാശിചക്രങ്ങൾ വരച്ചു ചേർത്തിട്ടുണ്ട്. മഹേശ്വരം ക്ഷേത്രത്തിൽ ഗണേശ ഭഗവാന്റെ 32 ഭാവങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ബാലഗണപതി, ത്രിമുഖ ഗണപതി, സിദ്ധിഗണപതി, സൃഷ്ടിഗണപതി, നൃത്തഗണപതി, ത്രൈക്ഷര ഗണപതി തുടങ്ങിയ ഭാവങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നത്. എല്ലാ തടസ്സങ്ങളും മാറ്റി ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഗണേശഭാവങ്ങൾ കണ്ടു തൊഴാനെത്തുന്നവരും ഏറെയാണ്. 5000 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ശിവപാർവതിമാരാണ് പ്രധാന പ്രതിഷ്ഠ. കാർത്തികേയനും വിഘ്നേശ്വരനും ഉപദേവതമാരായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് മഹാശിവലിംഗവും. മഹാശിവലിംഗത്തിനോട് ചേർന്നുള്ള നിർമ്മിതിയുടെ അവസാനഘട്ട ജോലികൾ പുരോഗമിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാകും. ഭക്തിയും വിസ്മയവും സന്തോഷവും സംതൃപ്തിയും എല്ലാം അനുഭവിച്ചറിയാൻ ഇവിടെ എത്തി ദർശനം നടത്തുന്നവർക്ക് സാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്ഭുതം നിറഞ്ഞ കാഴ്ചകളാണ് ഇവിടെ. അതിപുരാതനമായ ഒരു ക്ഷേത്രവും അതിനോട് ചേർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാശിവലിംഗവും. റൂട്ട് റൂട്ട്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച. നമസ്തേ.